35 മുട്ടയോളം ഉണ്ട്. ഇത് 3 ദിവസത്തെ പെറുക്കി വെച്ചിരിക്കുന്നതാണ്. ഡെയിലി ഒരു 10 മുട്ടയിൽ കൂടുതൽ കിട്ടുന്നുണ്ട്. ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. കോഴി വളർത്തൽ നല്ല തകൃതമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നു. എൻ്റെ 14 കോഴികളും മുട്ടയിട്ട് തുടങ്ങി. നല്ല നാടൻ കോഴിമുട്ട നമ്മുടെ വീട്ടിൽ തന്നെ കോഴി ഇട്ട് കിട്ടുന്നതാണെങ്കിലോ എന്തൊരു സന്തോഷമാണ് അതിന്. ഡെയിലി ഒരു 20 മിനിറ്റ് ഇവർക്ക് വേണ്ടി സ്പെൻഡ് ചെയ്യാൻ പറ്റിയ ഇങ്ങനെ കൊട്ട നിറയെ മുട്ടയും കിട്ടും. നമുക്ക് കത്തിക്കാൻ ഗ്യാസ് ഇഷ്ടം പോലെ വീട്ടിലേക്കും കിട്ടും. ഇവരുടെ ആഹാരക്രമം ഞാനൊന്ന് ചേഞ്ച് ചെയ്തതോടുകൂടി ഇവർക്ക് കാൽസ്യം ഡെഫിഷ്യൻസിയോ മറ്റ് ബുദ്ധിമുട്ടുകളോ ആരോഗ്യ പ്രശ്നങ്ങളോ ഒന്നും ഉണ്ടായിട്ടില്ല. ഇതാണ് ഇപ്പോൾ ഇവർക്ക് കൊടുക്കുന്ന ആഹാരം. ഇതൊരു കംപ്ലീറ്റ് മീലാണ്. ഇതിനകത്ത് എല്ലാം അടങ്ങിയിട്ടുണ്ട്. നമ്മുടെ വീട്ടിൽ ഡെയിലി ഉപയോഗിക്കുന്ന പച്ചക്കറികളുടെ കട്ട് പോർഷൻസും പഴങ്ങളുടെ തൊലിയും ഇതെല്ലാം കൂടെ നമ്മൾ ചെറിയ പീസായിട്ട് കട്ട് ചെയ്യും. നമ്മൾ ഡെയിലി ഉപയോഗിക്കുന്ന മുട്ടയുടെ തോടുകളെല്ലാം ഞങ്ങളിങ്ങനെ ഒരു ഡപ്പയിലിട്ട് സൂക്ഷിച്ചു വയ്ക്കും. അപ്പോൾ 2 ദിവസം ആകുമ്പോഴേക്കും മിക്കവാറും ഡപ്പ നിറഞ്ഞിരിക്കും. ഇതിനെ നമ്മൾ മിക്സിയിലെ ജാറിലേക്കിടും. എല്ലാം കൂടെ ഒന്നിച്ചിടരുത്. ആദ്യമേ കുറച്ചിട്ടിട്ട് നമ്മൾ പൊടിച്ചെടുക്കും. അതൊന്ന് പൊടിയായതിന് ശേഷം ബാക്കിയുള്ള മുട്ടത്തോടു കൂടി ഇട്ട് നല്ലതുപോലെ പൊടിച്ചെടുക്കും. തീരെ അങ്ങ് പൊടിയായി പൗഡേർഡായിട്ട് പോകണ്ട, എന്നാൽ കുറച്ച് തരികളുണ്ട് താനും. ഇതും കൂടെ നമ്മൾ തീറ്റയ്ക്കകത്തോട്ട് മിക്സ് ചെയ്യും. അപ്പം ഇത് റിച്ച് കാൽസ്യമാണ്. മുറിച്ച് വെച്ചിരിക്കുന്ന വെജിറ്റബിളിലേക്ക് ഈ മുട്ടയുടെ തോട് പൊടിച്ചത് മുഴുവനും ആഡ് ചെയ്ത് കൊടുക്കും. ഇനി ഇതിൻ്റെ കൂടെ നമ്മൾ കോഴിത്തീറ്റ കൂടെ ആഡ് ചെയ്യും. അപ്പോൾ അവർക്ക് ഒരു ടേസ്റ്റും കിട്ടും. അറ്റ് ദ സെയിം ടൈം ബാക്കി ആവശ്യമുള്ള വൈറ്റമിൻസും മിനറൽസും എല്ലാം ഇതിൻ്റെ കൂടെ അഡീഷണലായിട്ട് കിട്ടുകയും ചെയ്യും. ഈ ഒരു ഫുഡ് ഹാബിറ്റ് നമ്മൾ കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ അവർക്ക് ആവശ്യമുള്ള എല്ലാ വൈറ്റമിൻസും ന്യൂട്രിയൻസും എല്ലാം ഉണ്ട്. വെജിറ്റബിൾസ് ഉണ്ട്, കാൽസ്യം ഉണ്ട്, ആൻഡ് മോർ ഓവർ അവരുടെ കോഴിത്തീറ്റയും നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ ഫുഡ് കൊടുത്തു തുടങ്ങിയതിന് ശേഷം അവരുടെ കാഷ്ടവും കൂടുതലാണ്. അതുകൊണ്ട് ഞങ്ങൾക്ക് ഗ്യാസും കൂടുതലായിട്ട് കിട്ടുന്നുണ്ട്. കൂട്ടിൽ അടച്ചിട്ട് വളർത്തുന്ന കോഴികളായതുകൊണ്ട് അവർക്ക് ആവശ്യമുള്ള സബ്സ്റ്റൻസ് എല്ലാം നമ്മൾ വെളിയിൽ നിന്ന് കൊടുക്കണമല്ലോ. ഇങ്ങനെ ഒന്ന് കൊടുത്തു നോക്കൂ, കോഴി ധാരാളം മുട്ടയിടും.